ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കാത്തിരുന്ന നമ്മുടെ ഓണം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. നാളെ നമ്മുടെ തിരുവോണമാണ്. അത്തത്തിന് മുന്നേ തുടങ്ങിയ ക്ലീനിങ് ആയിരുന്നു. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിതാ നാളത്തെ ഓണത്തിൻ്റെ ക്ലീനിങ് ഇന്ന് നടത്തണം. നാളത്തേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് ഇച്ചിരി ഒരു ഓട്ടപ്പാച്ചിലൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് മോനും ചേട്ടനും ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ചായയൊക്കെ കുടിക്കുമായിരുന്നു. ഇനി അങ്ങോട്ട് എന്തായാലും ഓട്ടമാണല്ലോ. അപ്പോൾ രാവിലെ കുറച്ച് സമയം ഒന്ന് സമാധാനമായിട്ട് പുറത്തൊക്കെ ഇരുന്ന് സംസാരിച്ച് മെല്ലെ തുടങ്ങിയൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. മോനും അച്ഛനും ഒരേ കപ്പിലാണ് കേട്ടോ ചായയൊക്കെ കൊടുക്കാറ്. ഇല്ലെങ്കിൽ ആൾ കുടിക്കാറില്ല. അപ്പോൾ മോൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മോൻ കളിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ഞാനും ചായ കുടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ ചായ കുടിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അരിയും നമ്മുടെ ചൂടുവെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും വെള്ളവും തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയും ഏകദേശം തിളച്ചിട്ടുണ്ട്. എന്നാലും ഇറക്കി വെക്കുന്നതിന് മുന്നേ കുറച്ചധികം പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. എന്താ ഇത്രയധികം ചെയ്തതെന്ന് ചോദിച്ചാൽ ചായ ഇട്ടു, അല്ലാണ്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പാത്രങ്ങൾ വന്നോളൂ. അപ്പോൾ സിങ്ക് നിറയും. എന്തായാലും പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചൺ ഒതുക്കി നമുക്ക് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ എല്ലാം കൂടെ വാരിയിട്ടതുപോലെ ആവുമല്ലോ. അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി സ്റ്റോർ റൂമിനകത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകൽ കഴിഞ്ഞ് ഒതുക്കലും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരിയും നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇറക്കി വെച്ചു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് അപ്പവും ചമ്മന്തിക്കറിയാണ്. ഞാൻ വേഗം പോയി ഒരു തേങ്ങയൊക്കെ എടുത്ത് പൊട്ടിച്ച് അത് ചിരകാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഞാൻ ഈ കിച്ചണിലെ ജനലൊക്കെ ഒന്ന് തുറന്നിടാറുണ്ട് കേട്ടോ. ഡെയിലി അല്ല, എന്നാലും 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കാറുണ്ട് അകത്തോട്ട്. തേങ്ങ അപ്പോൾ ചിരകിയെടുക്കാം. അങ്ങനെ ചിരകലൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ അവിടെ അത്രയും അങ്ങ് ക്ലീൻ ആക്കിയിടുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഉറുമ്പൊക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവിടെയും ക്ലീൻ ആക്കിയിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നേ. തേങ്ങയൊക്കെ ചിരകിയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ അവസാനത്തെ അപ്പവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അപ്പം ചുടലൊക്കെ കഴിഞ്ഞ് എല്ലാം എടുത്തൊക്കെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഗ്യാസൊക്കെ നമ്മൾ അപ്പം തന്നെ ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന മാവിനെ അപ്പം തന്നെ എടുത്തങ്ങ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. മിക്കവാറും 2 ദിവസത്തേക്ക് നമുക്ക് ഒരു കവറും അപ്പത്തിൻ്റെ മാവ് വാങ്ങിയാൽ എടുക്കാനുണ്ടാവും. പക്ഷെ നാളെ ഞാൻ എന്തായാലും അപ്പം വെക്കാമെന്ന് വിചാരിക്കുന്നില്ല. നാളെ ഇഡ്ഡലി സാമ്പാറായിരിക്കും കേട്ടോ രാവിലെ. അപ്പോൾ എന്തായാലും മാവ് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചമ്മന്തിക്കറിക്കുള്ള അരപ്പൊക്കെ അരച്ചെടുത്ത് അപ്പം തന്നെ അടുപ്പിൽ താക്കിയിട്ടുണ്ട്. രാവിലെ ഇച്ചിരി വൈകിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ടായിരുന്നു. കറി ചൂടാവാനായ സമയത്ത് തന്നെ ഞാൻ അപ്പമൊക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോഴേക്കും കറിയും ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ കറിയും അപ്പമൊക്കെ എടുത്ത് പുറത്തേക്ക് പോയി. അച്ഛനും മോനും പുറത്താണ് കേട്ടോ ഇരിക്കുന്നത് എപ്പോഴും. മോൻ അവിടെ വണ്ടിയിൽ കളിച്ച് അവിടെ അങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ആരെങ്കിലും ഒരാളെ നമുക്ക് എപ്പോഴും നോക്കണമല്ലോ. അതുകൊണ്ട് ഹസ്ബൻഡ് കൂടെ അവിടെ പോയിരിക്കും. എന്നാൽ പിന്നെ ഇന്നത്തെ കാപ്പി കൂടി അവിടെ ഇരുന്നാവാന്ന് പറഞ്ഞിട്ട് ഞാനും അവിടെ തന്നെ പോയിരുന്നു. അപ്പോൾ മോനെ കഴിക്കാൻ വിളിച്ചപ്പോഴേക്കും ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരുടെയും വണ്ടി കഴുകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവന് നന്നായിട്ട് പതപ്പിച്ചൊക്കെ കഴുകണുണ്ട് വണ്ടി. കുറച്ച് സമയം അങ്ങനെ രണ്ടുപേരുടെയും വണ്ടി കഴുകലൊക്കെ നോക്കി നിൽപ്പായിരുന്നു ഞാൻ. എന്നിട്ട് ഞാൻ നേരെ ടെറസിലോട്ട് വിട്ടു കേട്ടോ. കാരണം രാവിലെ ഞാൻ തുണി അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ നല്ല വെയിലായി. എന്നാലും നമുക്ക് അത് വിരിച്ചിടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ മേളിലേക്ക് കയറി തുണികളെല്ലാം വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ നേരെ വീണ്ടും താഴോട്ട് വന്നു കേട്ടോ. അപ്പോഴും അവരുടെ കഴുകലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എല്ലാ ചെടികളൊക്കെ ഒന്ന് നോക്കി നാളെ അത്തയിടാനുള്ള പൂവൊക്കെ കിട്ടുമോയെന്നൊക്കെ നോക്കി അങ്ങനെ നടപ്പായിരുന്നു. കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് രാത്രി പൂ പറിക്കാനായിട്ട് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്നിട്ട് എന്നെ ആരും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ മെല്ലെ നൈസായിട്ട് അടുക്കളയിലോട്ട് തന്നെ വിട്ടു. അപ്പോൾ ആൾക്കിന്ന് വൈകിട്ടാണ് ഇടേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അലമാരയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അപ്പോൾ ടേബിളൊക്കെ അന്ന് ഒതുക്കിയതിന് ശേഷം അങ്ങനെ വൃത്തികേടൊന്നും ആക്കിയിട്ടില്ല. നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഇടേണ്ട ഡ്രസ്സൊക്കെ നോക്കിയെടുത്ത് അത് അയൺ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് പുതിയ ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഓണത്തിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതായിരുന്നു. അതിനേക്ക് എടുത്ത് താഴേക്ക് വെച്ചിട്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അങ്ങനെ അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയിൽ ബാക്കി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. ഇന്നെന്തായാലും വെള്ളരിക്ക കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് വെള്ളരിക്ക ഇരിപ്പുണ്ട്. നാളേക്ക് വേണ്ട പച്ചക്കറിയൊക്കെ ഇന്ന് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും അല്ലാണ്ട് നേരത്തെ വാങ്ങിയതിലൊക്കെ വെള്ളരിക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇരുന്നാൽ അത് കേടായി പോവും. അതുകൊണ്ട് എന്തായാലും ഒരു വെള്ളരിക്ക ഇട്ടിരുന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം
നല്ലോണം ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ ആദ്യം. നാളെ എന്തായാലും നമ്മൾ കിച്ചടിയൊക്കെ വെക്കാനുണ്ട്, അതുകൊണ്ട് ഇന്ന് എന്തായാലും അങ്ങനെ ഒരു ഐറ്റം വെക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സാധനവും നമുക്ക് കുറച്ച് തന്നെ മതിയല്ലോ, ഇന്നൊരു ദിവസത്തേക്ക് മതി. അപ്പോൾ അതിന് കണക്കിനുള്ള വെള്ളരിക്ക എടുത്തിട്ടാണ് അരിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ വെള്ളരിക്ക കള്ളനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത്രയും സമയം യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങളും ഒക്കെ എടുത്ത് ഒന്ന് നീറ്റാക്കി കഴുകി വെച്ചു. കറണ്ട് ഇടയ്ക്ക് വന്നും പോയി നിന്ന് എനിക്ക് പണി തന്നുകൊണ്ടിരുന്നത് കൊണ്ട് വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളരിക്ക കറിക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കാനായിട്ട് നിൽപ്പുണ്ടായിരുന്നേ. ആ സമയത്ത് അവിടെ ഞാൻ ബോർഡിൽ കുറച്ച് വെള്ളരിക്ക കട്ട് ചെയ്തത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ മോൻ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അരപ്പ് കൂടെ എടുത്ത് അരച്ച് വെച്ചു. എന്നിട്ട് വേഗം തന്നെ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി കറി സെറ്റാക്കി എടുത്തു. അങ്ങനെ കടുക് വറുക്കലൊക്കെ കഴിഞ്ഞ് അത് അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെ ഞാൻ മീൻ കൂടെ അങ്ങ് വറുക്കാനിട്ടിട്ടുണ്ടായിരുന്നു. 2 ഓയിൽ മിക്സാണ് കേട്ടോ എണ്ണ, അതാണ് ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. മീനെല്ലാം വറുക്കാനിട്ടതിന് ശേഷം പിന്നെ ഞാൻ വേറെ ജോലിയൊന്നുമില്ല, അപ്പോൾ ഇനി എന്തായാലും കിച്ചണിൻ്റെ ക്ലീനിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങളൊക്കെ തുടച്ചെടുക്കുമായിരുന്നു. തേങ്ങ നാളത്തേക്ക് ചിരകി എടുക്കണമെന്നേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചില്ല, അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്ലാബെല്ലാം നല്ലോണം തന്നെ ക്ലീൻ ചെയ്തു. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ക്ലീനിങ്ങിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മോൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ അവൻ എണീക്കുന്നതിന് മുന്നേ എന്തായാലും നമുക്ക് കുറേയൊക്കെ സെറ്റാക്കി വെക്കാൻ പറ്റിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ വേഗം ചാടി ഇറങ്ങി. തലേന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, എന്നാലും അടിച്ചു വാരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചൂല് വെച്ച് ജനലിൻ്റെ കമ്പിയിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ റൂമിലും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് നല്ലോണം എല്ലാം ക്ലീൻ ആക്കണം, കാരണം ബെഡ്ഷീറ്റും എല്ലാം ചേഞ്ച് ചെയ്യണം. പിന്നെ ഇന്ന് തറയൊക്കെ നല്ലോണം തുടച്ചിടണം. അപ്പോൾ വലയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റും എല്ലാം നല്ലോണം തട്ടിക്കുടഞ്ഞ് പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം മാറ്റി വെച്ചു എല്ലാം. എന്നിട്ട് റൂം കൂടെ നല്ലോണം അടിച്ചെടുത്തു. ഇതെന്തായാലും തുടച്ചുകൂടെ കഴിഞ്ഞിട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ആ റൂമിലെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേശപ്പുറത്തൊക്കെ കുറച്ചധികം സാധനങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്തായാലും അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ഈ മേശയിൽ ഇട്ടേക്കുന്ന ഈ ഷീറ്റും മാറ്റാറായിട്ടുണ്ടായിരുന്നു, അലക്കാനിടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലിരുന്ന സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ആ ബെഡ്ഷീറ്റും എടുത്ത് മാറ്റി. അപ്പോഴേക്കും മോനും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ച് ബെഡിൽ കിടന്ന ഷീറ്റും എല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെയും അടിച്ചൊക്കെ എടുത്തു. പൊടി ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ റൂമിലെ ജോലിയും കഴിഞ്ഞതിന് ശേഷം നേരെ ഹാളിലേക്ക് ഇറങ്ങി. അവിടുത്തെ ജനലിലും ഒന്ന് ചൂട് വെച്ച് തട്ടിക്കൊടുത്തതിന് ശേഷം ഈ ഒരു ചെറിയ ടേബിൾ ഇട്ടേക്കുന്നിടത്ത് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാറുണ്ട്, അതും കുറച്ച് നിറഞ്ഞെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്നാക്സ് വെച്ച ബോട്ടിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് അവിടെ നിന്ന് മാറ്റി അവിടുത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ടു. അങ്ങനെ ഹാളും പിന്നെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ മേളിലും ടെറസിൻ്റെ അവിടെയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ തുടയ്ക്കാനായിട്ട് തുടങ്ങാൻ നിന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ സോഫയാണ് ക്ലീൻ ചെയ്തത്, കാരണം സോഫ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു, അതുപോലെ അഴുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹെൽപ്പറും കൂടെ വന്നത് തന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെൽപ്പ് ചെയ്ത് മടുത്തപ്പോഴേക്കും ആൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ആളുടെ കളിയൊക്കെ ആയിട്ട് കാറൊക്കെ ആയിട്ട് അങ്ങ് പോയി ചെയറും നല്ലോണമൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, അതും തുടച്ചു. പിന്നെ ഈ തടിയും ഞാൻ ഈ മോപ്പ് വെച്ച് തന്നെ നല്ലോണം തുടച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള പൊടിയെല്ലാം ഈ മോപ്പിൽ കൂടെ അങ്ങ് പോരുവേ. അങ്ങനെ ചെയറൊക്കെ തുടച്ച് നന്നായിട്ട് പൊടിയൊക്കെ മാറ്റിയതിന് ശേഷം ആ ടേബിളും ഇത് വെച്ച് തന്നെ തുടച്ചെടുത്തു കേട്ടോ. ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഞാൻ ഈ ടേബിളും കൂടെ തുടച്ചു. അപ്പോൾ ആ ചെയറിലും കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഈ മോപ്പ് വെച്ച് തന്നെയാണ് തുടച്ചെടുത്തത്. ഈ ചെയറിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ ഇടയിലുള്ള എല്ലാ പൊടിയും ഈ മോപ്പ് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്രയും തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം വാഷ് ബേസിനിൽ നിന്നാണ് കേട്ടോ ക്ലീൻ ചെയ്ത് തുടങ്ങിയത്. വാഷ് ബേസിനിൽ അങ്ങനെ അഴുക്കുണ്ടായിരുന്നില്ല, പക്ഷേ ഈ ടൈൽസിലൊക്കെ അന്ന് പൊടിയൊക്കെ അടിച്ചതും അല്ലാണ്ട് കുറച്ച് പൊടിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലോണം ഗ്രാനൈറ്റിലൊക്കെ അങ്ങനെ ഉരച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് അഴുക്കുണ്ടായിരുന്നതെല്ലാം പോയി. വാഷ് ബേസിൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തിടാറുള്ളതാണ്, എന്നാലും ഇന്ന് എന്തായാലും ക്ലീനിങ്ങിലോട്ട് നിൽക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അടിയിലുമൊക്കെ കുറച്ച് അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൈ തുടയ്ക്കുന്ന ക്ലോത്ത് ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ ക്ലീൻ ചെയ്തപ്പോഴേക്കും, അതായത് വാഷ് ബേസിൻ മാത്രമാണ് അന്ന് ക്ലീൻ ആക്കിയത്, അന്ന് ഞാൻ മാറ്റിയേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുന്നേ തറയൊക്കെ തുടയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സിറ്റൗട്ടൊക്കെ തുടച്ചിട്ട് കതകിനെ അടച്ചിട്ടതാണ്, കാരണം കാറ്റ് നല്ലോണം വീശുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ പൊടി അടിച്ച് ഉള്ളിലേക്ക് കയറും, മറ്റേത് സിറ്റൗട്ടിൽ തന്നെ കിടന്നോളൂല്ലോ. പേരും കാര്യങ്ങളും എല്ലാം നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ
കൈപ്പിടിയിലുള്ള ആ ഗ്ലാസ്സൊക്കെ തുടയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേറൊരു ദിവസം ഡീപ്പ് ക്ലീൻ പോലെ ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റോർ റൂമൊക്കെ നമ്മൾ നേരത്തെ തന്നെ ക്ലീൻ ആക്കി, അതുകൊണ്ട് അവിടെ അത്ര പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ച് താഴെ എന്തൊക്കെ വീണ് കറ പോലെ കിടപ്പുണ്ടായിരുന്നതൊക്കെ നല്ലോണം തുടച്ചെടുത്തു. കിച്ചണും വർക്ക് ഏരിയയും കൂടി തുടച്ചപ്പോഴേക്കും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്ക് ഏരിയ നമ്മൾ ലാസ്റ്റ് ക്ലീൻ ചെയ്തപ്പോൾ അന്ന് അവിടെ മാത്രം നല്ലോണം തറയൊക്കെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് അധികം അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ തുടച്ചെടുത്തപ്പോഴേക്കും വെള്ളത്തിൽ നല്ലോണം അഴുക്കുണ്ടായിരുന്നു മൊത്തത്തിൽ. എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ തലേണയുടെ കവറും എല്ലാം മാറ്റാനായിട്ടുണ്ടായിരുന്നേ. ഇത് പഴയ ബെഡ്ഷീറ്റിൻ്റെ കവറുകൾ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാത്ത തലേണയിലൊക്കെ കവർ ഇടണമെങ്കിൽ അതെടുത്ത് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ തലേണയുടെ കവറൊക്കെ മാറ്റിയതിന് ശേഷം ബെഡ്ഷീറ്റും കൂടിയൊക്കെ നല്ലോണം തട്ടിക്കുടഞ്ഞൊക്കെ വിരിച്ചിട്ടു. എന്നിട്ട് തലേണയും എല്ലാം എടുത്ത് അടുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റൂം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അടുത്ത റൂമിലും ഷീറ്റൊക്കെ മാറ്റി നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് സമയം ഇരുന്ന് മെല്ലെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല, പിന്നെ എനിക്ക് ഇരിക്കാനേ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് വെയിലൊന്നും നോക്കിയില്ല, ഞാൻ അപ്പം തന്നെ ഇറങ്ങി മുറ്റമൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടാൽ ഒരുപാട് ദിവസമായി അടിച്ചിട്ടെന്ന് തോന്നുമെങ്കിലും 2 ദിവസത്തെ കാറ്റത്ത് വീണ ഇലകളാണ് കേട്ടോ ഈ കിടക്കുന്നതെല്ലാം. ഇന്ന് എല്ലാ സൈഡും മുറ്റമൊക്കെ അടിച്ച് ഒതുക്കണമെങ്കിൽ നമുക്ക് നാളെ ഓണത്തിന് നല്ല നീറ്റായിട്ട് വീട് കിടക്കുള്ളൂ. പിന്നെ വീട്ടിൽ കുറച്ച് വേസ്റ്റും കുറച്ച് പഴയ തുണികളൊക്കെ കത്തിക്കാനുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പം തന്നെ നമുക്ക് കത്തിക്കാം. ഇല്ലെങ്കിൽ ഈ കാറ്റ് നമ്മൾ അടിച്ചൊതുക്കി വെച്ചിട്ട് തിരിയുമ്പോഴേക്ക് കാറ്റ് വന്നിട്ട് എല്ലാം ഇതിനെ പറത്തിയെടുത്തുകൊണ്ട് പോകും കേട്ടോ. ഇലയെല്ലാം അടിച്ച് കൂട്ടിയിട്ട് വീട്ടിലുണ്ടായിരുന്ന വേസ്റ്റും എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വെച്ചിട്ട് കത്തിച്ചു കൊടുത്തേ. അപ്പോൾ കാറ്റുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ആൾ കത്തിക്കോളും. അപ്പം നമ്മുടെ ബാക്ക് സൈഡ് എന്തായാലും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലത്തെ മുറ്റമടിച്ച് തുടങ്ങി കേട്ടോ. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ലോണം പൊടി പറക്കുന്നുണ്ടായിരുന്നു. വെള്ളം തളിച്ചിട്ട് അടിച്ചാൽ ഇത്രയും പറക്കില്ല, പക്ഷേ ഞാൻ അടിക്കുന്നതായതുകൊണ്ട് ചില സമയത്ത് വെള്ളം തളിക്കുമ്പോഴേക്കും നല്ലോണം നനഞ്ഞിട്ട് മഴ പെയ്തതുപോലെ ആയി പോകാറുണ്ട്. ഇപ്പം തന്നെ കത്തിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് നിന്നില്ല. കാറ്റ് വീശുമ്പോൾ ഒന്ന് നിന്നിട്ട് വീണ്ടും അടിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് കാറ്റ് വീശുമ്പോഴേക്കും നമുക്ക് പ്രശ്നമില്ല, പക്ഷേ തിരിച്ച് ഓപ്പോസിറ്റോട്ട് വരുമ്പോഴത്തേക്കും പൊടിയെല്ലാം നമ്മുടെ വായിലും മൂക്കിലും ആയിരിക്കും. അങ്ങനെ ഫ്രണ്ട് സൈഡും നല്ലോണം കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു, എല്ലാം നല്ലോണം അടിച്ച് കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡ് എപ്പോഴും നമ്മൾ മുറ്റം അടിക്കാറില്ല, കാരണം എപ്പോഴും അങ്ങനെ ഇല വീഴുന്ന സൈഡല്ല. ഇത് ഒരാഴ്ച ആയപ്പോഴത്തേക്കുമായ ഇലകളാണ് കേട്ടോ ഈ സൈഡിൽ. അങ്ങനെ ആ സൈഡും ഫ്രണ്ടും എല്ലാം കൂടെ ഒന്നിച്ച് ഒരിടത്ത് കൊണ്ടുവച്ച് കൂട്ടി അപ്ഡേറ്റാണ് തീറ്റാറ്. അങ്ങനെ അതും എല്ലാം കൂടെ അടിച്ചു വാരി എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മോൻ വന്നിട്ട് ഇങ്ങനെ ഈ ഇലകളെല്ലാം തിരിച്ചെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അതും ഞാൻ അപ്പം തന്നെ തീയിട്ട് കൊടുത്തു. മതിലിന് പുറത്തും കുറച്ച് ഇലകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ അങ്ങ് അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അവിടെ ഒരു ആവശ്യമായിട്ട് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ചെമ്പരത്തി നിൽക്കുന്ന കണ്ടിട്ട് എന്നാൽ പിന്നെ ഇന്ന് താളി തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. നാളെ എന്തായാലും ഓണാണല്ലോ, അപ്പോൾ മുടിയൊക്കെ ഇത്തിരി പറന്ന് കിടക്കട്ടെ എന്ന് കരുതി. ഇപ്പോൾ കൊമ്പൊക്കെ വെട്ടിയതിൽ പൂവൊക്കെ കുറച്ച് മേലിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ വന്നിട്ട് എന്നെ പറിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ പൂവും ഒരു 5-6 പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇലയും എല്ലാം കൂടെയൊക്കെ പറിച്ചൊക്കെ എടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കാനായിട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് കല്ലിലിട്ട് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒന്നും ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് എല്ലാം എളുപ്പപ്പണിയിലായിട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ പൂവൊക്കെ പറിച്ചെടുത്ത് ഞാൻ കൊണ്ടുപോയി ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ട് തലയിൽ തേക്കാനുള്ള പരിപാടിയിലാണ്. വീട്ടിൽ നിൽക്കുന്നത് ഈ നാടൻ ചെമ്പരത്തിയല്ല കേട്ടോ, ഇതാണ് തലയിൽ തേക്കാൻ നല്ലത്. അങ്ങനെ അത് ഞാൻ അരച്ചൊക്കെ എടുത്ത് തലയിലൊക്കെ തേച്ച് കുറച്ച് സമയം ഇട്ടിട്ട് ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഏകദേശം ഒരു 5-5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ പൂത്ത് കിടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നാളെ തലയിൽ വെക്കാൻ വേണ്ടി അരളിയും തെച്ചിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കിട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനും വേണം. പിന്നെ നമുക്ക് നാളെ അത്തപ്പൂ ഇടാനും ഇത് ഇസ്കി കൊണ്ടുപോകേണ്ട കാര്യമുണ്ട്, അപ്പോൾ അതിനും എടുക്കണം. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പൂ പറിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ റോഡിലെല്ലാം നല്ലോണം ലൈറ്റൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ നമുക്ക് പൂ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വാങ്ങുകയും കൂടെ ചെയ്തിട്ടുണ്ട്. കുറച്ച് പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഓണം നേരത്തെ ആയതുകൊണ്ട് ഒരുപാട് പൂക്കളൊന്നും റോഡ് സൈഡിലൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിൽക്കുന്ന പൂവൊന്നും എടുക്കാറില്ല, അല്ലാണ്ട് തന്നെ പൊടിച്ചെടുക്കുന്ന ചെടിയിൽ നിന്നുള്ളതാണ് എടുക്കാറ്. അങ്ങനെ ലൈറ്റും ഒക്കെ കണ്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ നാളത്തേക്ക് വേണ്ട കുറേ സാധനങ്ങളിലേക്ക് പച്ചക്കറി ഇന്നേനെ അരിഞ്ഞങ്ങ് ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്കതിന് വെച്ച് കഴിയുമല്ലോ. മോൻ എങ്ങനെയാണ് നാളത്തെ ദിവസം നിൽക്കുക എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പിണക്കമായിരിക്കും, എൻ്റെ അടുത്ത് നിന്ന് മാറുന്നുണ്ടാവില്ല. അപ്പോൾ ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ എല്ലാം അരിഞ്ഞൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ ഇത് കവറിലിരിക്കുന്ന പോയിട്ട് വന്നപ്പോൾ പറിച്ചിട്ട് വന്ന കുറച്ച് പൂക്കളാണ്. അത് ഞാൻ അപ്പം തന്നെ എടുത്ത് അങ്ങ് ഫ്രിഡ്ജിലേക്കാണ് വെച്ചത്. അതിന് നമുക്ക് നാളെ അത്തയിടാനുള്ള രീതിയിൽ രാത്രി എടുത്ത് അരിഞ്ഞൊക്കെ വെക്കണം. അപ്പോൾ അത് ഞാനപ്പോൾ തിരിച്ചെടുത്ത് വെച്ചിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെച്ചു.
പിന്നെ കടുക് വറുക്കാനുള്ള ചെറിയ ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് തന്നെ. കാരണം ചിലപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും സമയം എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഇരുന്നതെല്ലാം എടുത്ത് കഴുകിയൊക്കെ വെച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാൻ പോകണം ഇനി. അങ്ങനെ വാരിയിട്ടിരുന്ന പാത്രങ്ങളും വെജിറ്റബിൾസിൻ്റെ വേസ്റ്റും എല്ലാം മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കിച്ചണൊന്ന് ഒതുക്കിയിട്ടു. എന്നിട്ട് അത്രയും പാത്രവും കൂടെ കഴുകിയെടുത്ത് സിങ്കും ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് തേങ്ങ കൂടെ ചിരകാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു തേങ്ങ എടുത്ത് ഞാൻ ചിരകി വെച്ചു. ഇനി വേറെ ആവശ്യത്തിനുള്ള തേങ്ങ നാളെ ചിരകാമെന്ന് വിചാരിച്ചിട്ട്. പായസത്തിനുള്ള തേങ്ങാപ്പാൽ എടുക്കേണ്ട തേങ്ങയൊക്കെ നാളെ ചിരകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മുടെ കൂട്ടാൻ മാത്രം ഉള്ള തേങ്ങയാണ് ചിരകിയെടുത്തത്. എന്നിട്ട് അതും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സിലോട്ടാക്കി അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാളത്തേക്കുള്ള പൂവൊക്കെ എടുത്ത് അരിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന സമയം. അപ്പോൾ ഞാൻ വേഗം തന്നെ ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞ് ആ കളറിലുള്ള പൂവ് ഓരോ കവറിലാക്കി അരിഞ്ഞെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് രാവിലെ ഇച്ചിരി ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് പോകുന്നതെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് എടുത്ത് അത്തം റെഡിയാക്കാമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ലേറ്റാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഞാനും അവിടെ പോയിരുന്ന് പൂവൊക്കെ നന്നാക്കി സംസാരിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ബാക്കി വന്ന വേസ്റ്റും കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നല്ലോണം അടിച്ചെടുത്ത് വൃത്തിയാക്കി റൂമും ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് പാത്രങ്ങളെല്ലാം ഫുഡിരുന്ന പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ എടുത്ത് ഞാൻ സിങ്കിലേക്ക് ഇട്ട് നല്ലോണം കഴുകിയെടുത്ത് വെച്ചു. കാരണം കിച്ചൺ ക്ലീനായിട്ട് കിടന്നാലേ നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീനായെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഡെയിലി പാത്രം കഴുകാറുണ്ട് കേട്ടോ. കിച്ചൺ ക്ലീനാക്കിയതിന് ശേഷമേ കിടക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും കൂടെ ചിലപ്പോൾ ഒരു തലവേദനയോ ഇപ്പം നിൽക്കാൻ പറ്റാത്ത സാഹചര്യമൊക്കെ വരണമെങ്കിൽ മാത്രമാണ് അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാറുള്ളത്. കിച്ചൺ ക്ലീനായിട്ട് കിടന്നാലേ നമുക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഒരു ജോലിയൊക്കെ ചെയ്യാനൊക്കെ ഒരു ഉഷാറുണ്ടാവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇനി ഈ പാത്രമൊക്കെ കഴുകി വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ അടുക്കളയിൽ വന്ന് കയറുക. അതുകൊണ്ട് മാക്സിമം ഞാനിപ്പോൾ എവിടെയെങ്കിലും വൈകിയൊക്കെ വന്നാലും വീട്ടിൽ എത്തിക്കഴിയുമ്പോഴേക്കും മൊത്തം ക്ലീനാക്കി വെക്കാറുണ്ട്. ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നാളെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ഓണം ഇങ്ങെത്തിയിട്ടുണ്ട്. അപ്പം നാളെ ഇനി രാവിലെ എഴുന്നേൽക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ 3 മണിക്കൊക്കെ അലാറമൊക്കെ വെച്ചിട്ടുണ്ട്. എഴുന്നേൽക്കോ ഇല്ല എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പിന്നെ ഞാൻ മൊത്തത്തിൽ നല്ലോണം ക്ലീനൊക്കെ ആക്കിയിട്ടതിന് ശേഷം പിന്നെ പോയി കിടക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓണത്തിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.